ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ജാനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? ഓപ്ഷൻ സി നാഗാലാൻഡ്. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? നാഗാലാൻഡ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. വ്യാവസായിക വൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹരിജൻ യാത്ര. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ഓപ്ഷൻ എ പുരാണക്കില. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണക്കില. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ് ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. അതും കൂടെ ഓർത്ത് വയ്ക്കുക. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ എ രാമനമ്പി. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ സി 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ ഡി നൂറംബർഗ്.
രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ന്യൂറംബർഗ്. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോ. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. ജീൻ ജാക്വസ് റൂസോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? പോർച്ചുഗീസ്. ഇത് ഓർത്ത് വയ്ക്കാനുള്ള കോഡ് ഷോർട്സിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കണം. അതായത് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിര അംഗങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെയും കോഡാണ്. പക്ഷേ അതൊരൊറ്റ കോഡേ ഉള്ളൂ. ആ ഒരൊറ്റ കോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി ഷോർട്സിൽ പോയി നോക്കുക. ഞാൻ എന്തായാലും ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഓപ്ഷൻ സി കോഴിക്കോട്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയം അല്ല? ഓപ്ഷൻ ബി 1, 3. താത്താപ്പാനി, പുക. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയമല്ല? താത്താപ്പാനി, പുക. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഓപ്ഷൻ ബി മണൽക്കല്ല് സിസ്റ്റ്. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? മണൽക്കല്ല് സിസ്റ്റ്. സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി പോളികോണിക്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? പോളികോണിക്. (2024) പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഓപ്ഷൻ ഡി ജപ്പാൻ. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ജപ്പാൻ. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3 മാത്രം. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ: മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ: മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ.
ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഓപ്ഷൻ എ, വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? ഓപ്ഷൻ ബി, 9ാം പഞ്ചവത്സര പദ്ധതി. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത്? ഓപ്ഷൻ സി, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത്? ഗവൺമെൻറ്റിന് എതിരായ എതിർപ്പ് സമാഹരിക്കുക. താഴെ പറയുന്നവയിൽ സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങൾ: ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു. മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ബി, 1, 2 മാത്രം. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന, ABRY. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന, ABRY. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം? ഓപ്ഷൻ എ, ജാർഖണ്ഡ്.
ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ പ്രസ്താവന നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ. ഓപ്ഷൻ ബി 2, 3 മാത്രം. 48A, 51A. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ. 48A, 51A. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? ഓപ്ഷൻ സി 1, 2 മാത്രം. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A. ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. (2023) വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി കാർലോസ് അൽക്കാരസ്. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? ഓപ്ഷൻ സി അഗ്നിസാക്ഷി. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷി. അത് ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ ആണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഓപ്ഷൻ ഡി 18,426. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഓപ്ഷൻ സി SL പുരം സദാനന്ദൻ. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? SL പുരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ S ഗുപ്തൻ നായർ. ജി ശങ്കരക്കുറുപ്പിൻ്റെ
ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാണ്? എസ് ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം? ഓപ്ഷൻ ബി 1924. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ ജി അരവിന്ദൻ. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജി അരവിന്ദൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ലയണൽ സ്കലോനി. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. കേരളത്തിലെ ഏതു ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മലപ്പുറം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. റൂട്ടർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. ഓപ്ഷൻ സി ക്യാഷെ മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ക്യാഷെ മെമ്മറി. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ഓപ്ഷൻ സി വെബ് ജാക്കിംഗ്. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് വെബ് ജാക്കിംഗ്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരീക്ഷിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരീക്ഷിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. ഓപ്ഷൻ ബി ഗൂഗിള്. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഗൂഗിള്. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന.
താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. 1 സൗരോർജം, 2 കാറ്റ് ശക്തി, 3 ബയോമാസ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സൗരോർജം ഗ്രേറ്റർ ദാൻ കാറ്റ് ശക്തി ഗ്രേറ്റർ ദാൻ ബയോമാസ്. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. സൗരോർജം ഗ്രേറ്റർ ദാൻ കാറ്റ് ശക്തി ഗ്രേറ്റർ ദാൻ ബയോമാസ്. അതായത് ഏറ്റവും കൂടുതൽ സൗരോർജത്തിന്, പിന്നെ അതിനേക്കാളും കുറവ് കാറ്റ് ശക്തി, ഏറ്റവും കുറവ് ബയോമാസ്, അങ്ങനെ കുറയുന്ന ക്രമത്തിൽ. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഓപ്ഷൻ ബി IXPE. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? IXPE. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഉള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1 L1ൻ്റെ ദൂരം എത്രയാണ്? ഓപ്ഷൻ എ ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1 L1ൻ്റെ ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.